ഹലോ ഗായ്സ്, ഇന്ന് ഒരു തടുപ്പ നിറയെ, നമ്മളിവിടെ തടുപ്പാന്ന് പറയലേ, മുറ നിറയെ കുറച്ച് താളിൻ്റെ കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ താളിൻ്റെ കിഴങ്ങെന്ന് പറയുന്നു, കുറച്ചാൾ ചേമ്പ് എന്നൊക്കെ പറയും. ഇതൊന്ന് പുഴുക്കുണ്ടാക്കാം. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണിക്കുന്നേ. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ല വൃത്തി ക്ലീൻ ചെയ്തെടുക്കാം. ഇത് തൊലി കളയാതെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പുഴുക്കുണ്ടാക്കലുണ്ട്. പക്ഷെ നമ്മളിന്ന് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് പുഴുക്കുണ്ടാക്കുന്നതാണേ. അധികം ആളും ഇങ്ങനെ ചെയ്യേണ്ടതാണ്, എന്നാലും നമ്മളെ സ്റ്റൈലിലൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. കുക്കിംഗ് എല്ലാം അമ്മയാണ്. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇടാം. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുഞ്ചൂസ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ പറയാമേ എന്ന് പറയുന്നുണ്ട്. ഇതിൽ എന്തെല്ലാം ഇടുന്നില്ലെല്ലാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുക്കർ അടച്ചിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3-4 വിസിൽ വന്നാൽ മതി. വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഇത് കളയാം. വിസിൽ കളഞ്ഞിട്ട് തുറന്ന് നോക്കാം വന്നുവോന്ന്. ക്ഷമകേടും ഉണ്ടാകുന്നു കേട്ടോ അതിൻ്റെ വിസിൽ ഇങ്ങനെ കളയുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും കടുകും എല്ലാം കൂടി പൊട്ടിച്ചിട്ട് പുഴുക്കിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. കണ്ട, കടുക് പൊട്ടിച്ചതിന് നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഏകദേശം ഉണ്ടാക്കുക. ഇവിടെ അല്ലേ ഇതിനെ താളെന്നാ പറയുക, നമ്മളെല്ലാം ഇവിടെ താളെന്നാ പറയുക. നിങ്ങളെല്ലാം എന്നാ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. ഇപ്പം കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിനി തീ ഓഫ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇതിനെ കയ്യിൽ വെച്ച് നല്ല രീതിയിൽ ഉടക്കും കേട്ടോ. നമുക്കിതിൽ ഉടച്ചിട്ടുള്ളതാണ് ഇഷ്ടം. ചിലവർ പക്ഷേ ഇങ്ങനെ പെറുക്കി തിന്നുന്ന വിധത്തിൽ ആക്കിയെടുക്കലുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഉടച്ചിട്ടാണ് ഇഷ്ടം. അപ്പോൾ അമ്മ നല്ല രീതിയിൽ ഉടച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളെ താള് കിഴങ്ങ് പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. എങ്ങനെയുണ്ട് നമ്മൾ പുഴുക്ക് കാണാൻ? അടിപൊളിയല്ലേ?